കൂട്ടുകാരെ, നമുക്കിന്ന് ചീസ് കുനാഫ ഓവനൊന്നും ഇല്ലാതെ എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്ന് കാണാം. അതിനു വേണ്ടി ഞാനിവിടെ കുനാഫ സേമിയ 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചെറുതായിട്ട് മുറിച്ച് പാത്രത്തിലേക്ക് ഇടാം. ഇതാ ഇത്തിരി നീളത്തിൽ മുറിച്ചെടുക്കാം. ഇതേപോലെ ഇല്ലാതെ മുറിച്ചെടുക്കാം. ചിലത് നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെ ഉണങ്ങിയതാവില്ല കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ കത്രി കൊണ്ടോ കത്തി കൊണ്ടോ മുറിച്ചെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇതൊക്കെ അങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്കിത് ഉണ്ടാക്കാൻ കുനാഫ സേമിയ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ കനം കുറഞ്ഞ സേമിയല്ലേ, അതിലും കൂടി ഇത് ഉണ്ടാക്കാം. പക്ഷെ ഇതിലുണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഈ ബട്ടർ ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 150 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതിന് ഇതിൽ കൊട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഈ ബട്ടർ കുനാഫ സേമിയയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ബട്ടർ ഒന്ന് ചൂടാറിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മുടെ ബട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലായിടത്തും പടുന്ന രീതിയിൽ വേണം മിക്സാക്കാൻ. ഇതിപ്പോൾ എല്ലാതും നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. എല്ലാ സേമിയയിലും ബട്ടർ പെട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര പാനി ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു സാധാരണ ചീനിച്ചട്ടിയാണ് അടുപ്പത്ത് വെക്കുന്നത്. ഇനി അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി പഞ്ചസാര എടുത്ത പാത്രം കൊണ്ട് തന്നെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 3 ഏലക്ക ചതച്ചതിട്ട് കൊടുക്കാം. 1/2 കഷ്ണം നാരങ്ങ നീര് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കത്തിച്ച് പഞ്ചസാരയൊക്കെ അലിഞ്ഞു വരട്ടെ. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇരുന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയായി വരട്ടെ. മക്കളെ, നമ്മുടെ പഞ്ചസാര പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇറക്കി ചൂടാറാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് കുനാഫ സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. കുനാഫ ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് വേണോ അങ്ങനത്തെ ഒരു പാത്രം എടുക്കുക. ഇനി നമുക്ക് ബട്ടർ ഇട്ട് മിക്സാക്കി വെച്ച കുനാഫ സേമിയ പാത്രത്തിലേക്ക് പകുതി ഇട്ട് കൊടുക്കുക. നല്ല പരത്തി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ പ്ലേറ്റ് കൊണ്ടൊന്ന് അമർത്തി കൊടുക്കാം. കണ്ടില്ലേ, നല്ല ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മുസല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ എടുത്തിട്ടുള്ളത് 200 ഗ്രാം മുസല്ല ചീസാണ്. ഇത് പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് കോൺഫ്ലവർ പൊടിയും പഞ്ചസാരയും മൈദപ്പൊടിയും കൂട്ടിയിട്ട് ക്രീം ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് ശരിയായ രീതിയിൽ ഉണ്ടാക്കേണ്ടത്. ഈ ചീസ് ഇട്ട് കൊടുക്കുമ്പോൾ നടുക്ക് മാത്രമേ ഇടാൻ പാടുള്ളൂ. അതിൻ്റെ സൈഡിലൊന്നും പെടാൻ പാടില്ല. സൈഡിൽ പെട്ടാൽ ആകെ ഉരുകി പോവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് സൈഡിൽ പെടാതെ ഇടണം. സൈഡ് ഒന്ന് ഇച്ചിരി ക്യാപ്പാക്കി വെച്ചാൽ മതി. നമുക്കിനി കൈ കൊണ്ട് ഇതൊന്ന് അമർത്തി കൊടുക്കാം. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള സേമിയം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കാം. ഈ സൈഡൊക്കെ നന്നായിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ മക്കളെ. ഇപ്പം നമ്മുടെ സേമിയ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. ഞാൻ ഇതിൽ കൊട്ടണത് നമ്മൾ ബട്ടർ ഉരുക്കിയ പാത്രത്തിലാണ്. അതിൽ നമുക്കിനി ഇത് കൊട്ടി കൊടുക്കാം. അയ്യ, നല്ല സെറ്റ്
സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്കിനി അടുപ്പത്ത് വെക്കാം. നമുക്കിനി ഇതൊന്ന് മൂടിയിട്ട് വെക്കാം. നമുക്കിനി ഇതൊരു 1/2 മിനിറ്റ് നല്ല തീയിൽ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മറിച്ചിടാം. ഇത് കണ്ടില്ലേ, സൈഡിലൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഞാനിനി വേറൊരു പാത്രത്തിലാണ് തിരിച്ചിടുന്നത്. ഞാനിതിൽ കുറച്ച് ബട്ടർ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പാത്രം ഇതിൻ്റെ മേലെ ഇങ്ങനെ കമത്തി വെക്കുകയാണ്. വെച്ചിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മറിച്ചൊക്കെ. ഇപ്പം കണ്ടില്ലേ, ഈ വശത്ത് നന്നായിട്ട് കളറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വശത്തും കൂടി ഇതേപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ആദ്യത്തെ പോലെ തന്നെ ഒരു 1/2 മിനിറ്റ് നല്ല കത്തിക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ കത്തിച്ചു കൊടുക്കുക. മക്കളെ, നമ്മുടെ കുനാപ്പ മറിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. എന്താ മണം! നമുക്കിനി ഈ പാത്രത്തിലേക്ക് അത് മാറ്റിയെടുക്കാം. കണ്ടില്ലേ എൻ്റെ മക്കളെ, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലായിടത്തും വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, കളറായിട്ടുണ്ട്. കണ്ടമായിട്ട് അവിടെ എവിടെയൊന്നും നല്ല കളറായത് നല്ല ശരിക്ക് എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഈ ബദാമിൻ്റെ പൊടി ഇട്ടിട്ട് നല്ല ഡിസൈനാക്കി നല്ല സൂപ്പറാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കുനാഫിനെ ഭംഗിയുള്ളതാക്കി. ഇനി നമ്മുടെ കുനാഫയിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും പിടുന്നത് പോലെ ഒഴിച്ചു കൊടുക്കട്ടെ മക്കളെ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ കുനാഫ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. മക്കളെ, ഇന്ന് നമുക്കിനി ഒന്ന് മുറിച്ചൊന്ന് ടേസ്റ്റ് നോക്കാം. മക്കളെ, ഇന്ന് നമ്മുടെ കുനാഫ എടുത്ത് നോക്കാം. നമ്മുടെ കുനാഫ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.